പാലക്കാട് എംഎൽഎയും യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷനുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായ വ്യക്തിപരമായ ആരോപണങ്ങളുമായി കോൺഗ്രസ് സഹയാത്രികയും എഴുത്തുകാരിയുമായ എം.എ. ഷഹനാസ് രംഗത്തെത്തിയതോടെ കേരള രാഷ്ട്രീയം വലിയൊരു വിവാദ ചുഴിയിലായിരിക്കുകയാണ്. കേവലം രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറം വ്യക്തിപരമായ സ്വഭാവഹത്യയും ധാർമ്മികമായ ചോദ്യങ്ങളും ഉയർത്തുന്നതാണ് ഷഹനാസിന്റെ വെളിപ്പെടുത്തലുകൾ. ഇതോടെ ഈ വിഷയം തെരുവുകളിൽ നിന്നും കോടതി മുറികളിലേക്ക് നീങ്ങുകയാണ്. കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് എം.എ. ഷഹനാസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആഞ്ഞടിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ലൈംഗിക വൈകൃതമുള്ള വ്യക്തിയാണെന്നും സ്ത്രീകളെ വൈകാരികമായി മാനിപ്പുലേറ്റ് ചെയ്യുന്നതിൽ അദ്ദേഹം വിദഗ്ധനാണെന്നുമാണ് ഷഹനാസിന്റെ പ്രധാന ആരോപണം. രാഹുലുമായി തനിക്ക് ഒരു തരത്തിലുള്ള സൗഹൃദവുമില്ലെന്നും തങ്ങൾ തമ്മിൽ ഒരു സെൽഫി പോലും എടുത്തിട്ടില്ലെന്നും അവർ വ്യക്തമാക്കി. രാഹുലിന്റെ സ്വഭാവത്തെക്കുറിച്ച് തനിക്ക് നേരത്തെ തന്നെ വ്യക്തമായ ധാരണയുണ്ടായിരുന്നുവെന്നും ഒരു കോഴി എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റമെന്നും ഷഹനാസ് തുറന്നടിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിച്ച ചില വാദങ്ങളെ ഷഹനാസ് ശക്തമായി ഖണ്ഡിച്ചു. താൻ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലേക്ക് രാഹുലിനെ ക്ഷണിച്ചുവെന്നത് പച്ചക്കള്ളമാണെന്ന് അവർ പറഞ്ഞു. മറിച്ച് തന്നെ കാണണമെന്ന് പറഞ്ഞ് ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്താൻ രാഹുലാണ് നിരന്തരം തന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അവർ അവകാശപ്പെട്ടു. രാഹുൽ മാങ്കൂട്ടം എന്ന കോഴിയെ തിരിച്ചറിയാൻ ഒരു സ്ത്രീക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന ഷഹനാസിന്റെ പ്രസ്താവന സോഷ്യൽ മീഡിയയിലടക്കം വലിയ ചർച്ചയായിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലെ മോശം പെരുമാറ്റം, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ രാഹുൽ തനിക്ക് മോശം സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ടെന്നാണ് ഷഹനാസ് ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാന ആരോപണം. ഇൻസ്റ്റഗ്രാമിൽ താൻ സാരി ഉടുത്ത് പോസ്റ്റ് ചെയ്ത ചിത്രത്തിന് താഴെ രാഹുൽ മോശം കമന്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും അനാവശ്യമായ സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ടെന്നും അവർ പറയുന്നുണ്ട്. എന്റെ സോഷ്യൽ മീഡിയ സ്റ്റോറികൾക്ക് രാഹുൽ അയച്ച മറുപടികൾ ഇൻബോക്സിൽ ഇപ്പോഴുമുണ്ട്. ധൈര്യമുണ്ടെങ്കിൽ രാഹുൽ തന്റെ സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിടട്ടെ എന്ന് അവർ വെല്ലുവിളിച്ചു. തന്റെ ഫോൺ വർഷങ്ങളായി ഉപയോഗിക്കുന്നതാണെന്നും അതിലെ വിവരങ്ങൾ എപ്പോൾ വേണമെങ്കിലും പരിശോധനയ്ക്ക് വിധേയമാക്കാൻ താൻ തയ്യാറാണെന്നും ഷഹനാസ് പറഞ്ഞു. രാഹുലിന് തന്റെ ഫോൺ പരിശോധനയ്ക്ക് നൽകാനുള്ള ആർജവം ഉണ്ടോ എന്നും അവർ ചോദിച്ചു. രാഹുലിന്റെ വീട്ടിൽ നിന്ന് പോലും സംസാരിക്കാൻ താൻ തയ്യാറാണെന്നും പരസ്യമായ ഒരു സംവാദത്തിന് രാഹുലിനെ വെല്ലുവിളിക്കുന്നുവെന്നും അവർ കൂട്ടിച്ചേർക്കുകയുണ്ടായി. പാർട്ടിക്കുള്ളിലെ അറിവ്, രാഹുലിന്റെ ഈ സ്വഭാവത്തെക്കുറിച്ച് കോൺഗ്രസ് നേതൃത്വത്തിന് അറിവുണ്ടായിരുന്നുവെന്ന ഗുരുതരമായ വെളിപ്പെടുത്തലും ഷഹനാസ് നടത്തി. കെ.പി.സി.സി അധ്യക്ഷൻ കെ. സുധാകരനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും രാഹുലിന്റെ ഇത്തരം രീതികളെക്കുറിച്ച് ധാരണയുണ്ടെന്നാണ് ഷഹനാസ് അവകാശപ്പെടുന്നത്. ഷാഫി പറമ്പലിനോട് താൻ നേരത്തെ തന്നെ ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നുവെന്നും അവർ പറയുന്നുണ്ട്. താൻ ഇപ്പോഴും കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമാണെന്നും ഒരു മുതിർന്ന നേതാവും തന്നോട് വിശദീകരണം ചോദിച്ചിട്ടില്ലെന്നും അവർ വ്യക്തമാക്കി. സ്വന്തം കുടുംബത്തിലുള്ള ഒരാൾ തെറ്റ് ചെയ്താലും താൻ ഇരയ്ക്കൊപ്പമേ നിൽക്കുകയുള്ളൂ എന്നും ഈ വെളിപ്പെടുത്തലുകൾക്ക് പിന്നിൽ രാഷ്ട്രീയ അജണ്ടകളില്ലെന്നും ഷഹനാസ് ആവർത്തിച്ചു. ഷഹനാസിന്റെ ആരോപണങ്ങൾ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമ പോരാട്ടം ആരംഭിച്ചിരിക്കുകയാണ്. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും തന്റെ രാഷ്ട്രീയ പ്രതിച്ഛായ തകർക്കാൻ മനഃപൂർവ്വം മെനഞ്ഞെടുത്ത ഗൂഢാലോചനയാണെന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാദം. ഇതിന്റെ ഭാഗമായി രാഹുൽ DGPക്ക് പരാതി നൽകുകയും ചെയ്തു. പരാതിയിലെ പ്രധാന ആവശ്യങ്ങൾ ഇങ്ങനെയായിരുന്നു: തനിക്കെതിരെ വ്യാജവും അപകീർത്തികരവുമായ ആരോപണങ്ങൾ ഉന്നയിച്ച ഷഹനാസിനെതിരെ ക്രിമിനൽ കേസെടുക്കണം. അതോടൊപ്പം ഈ വെളിപ്പെടുത്തലുകൾക്ക് പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയ എതിരാളികളോ മറ്റ് സംഘങ്ങളോ ഉണ്ടോ എന്ന് അന്വേഷിക്കണം. ഗൂഢാലോചനയിൽ പങ്കാളികളായ എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഷഹനാസിന്റെ കൈവശമുണ്ടെന്ന് പറയുന്ന ഡിജിറ്റൽ തെളിവുകൾ അഥവാ ഫോൺ സ്ക്രീൻഷോട്ടുകൾ തുടങ്ങിയവ പോലീസ് കണ്ടുകെട്ടി ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണം. പൊതുമധ്യത്തിൽ തന്നെ ഇനിയും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത് നിയമപരമായി തടയണം. രാഹുലിന്റെ അഭിഭാഷകൻ മുഖേന ഷഹനാസിന് മാനനഷ്ടത്തിന് വക്കീൽ നോട്ടീസ് അയക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഷഹനാസ് പറയുന്ന കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്നും കോടതി മുഖേന ഇതിന് തക്കതായ മറുപടി നൽകുമെന്നും രാഹുൽ വ്യക്തമാക്കിയുണ്ടായി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ രാഷ്ട്രീയ ശ്രദ്ധ നേടി നിൽക്കുന്ന സമയത്താണ് ഇത്തരമൊരു വിവാദം ഉടലെടുക്കുന്നത്. ഇത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിലും മുന്നണിയിലും വലിയ അസ്വസ്ഥതകൾക്ക് കാരണമായിട്ടുണ്ട്. രാഹുലിനെ വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്യുന്നതിലൂടെ പാർട്ടിക്ക് ദോഷമുണ്ടാക്കാൻ എതിരാളികൾ നടത്തുന്ന ശ്രമമാണിതെന്നാണ് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ വിശ്വസിക്കുന്നത്. എന്നാൽ ഒരു സ്ത്രീ ഇത്തരത്തിൽ പരസ്യമായി രംഗത്ത് വന്നത് ഗൗരവകരമായി കാണണമെന്ന അഭിപ്രായവും പാർട്ടിക്കുള്ളിലുണ്ട്. ഷഹനാസ് നടത്തിയ ഡിജിറ്റൽ തെളിവുകൾ പുറത്തു വന്നാൽ അത് രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിക്ക് വലിയ തിരിച്ചടിയായേക്കാം. അതേസമയം ഇത് തെളിയിക്കപ്പെട്ടില്ലെങ്കിൽ ഷഹനാസിന് കടുത്ത നിയമ നടപടികൾ നേരിടേണ്ടി വരും. കേരളത്തിലെ പൊതുസമൂഹം ഏറെ താല്പര്യത്തോടെയും ആകാംക്ഷയോടെയുമാണ് ഈ വിവാദത്തെ നോക്കിക്കാണുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകളോ അല്ലെങ്കിൽ ഈ ആരോപണങ്ങളെ ഖണ്ഡിക്കുന്ന രേഖകളോ പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കാം. ഈ വിഷയത്തിൽ പോലീസ് നടത്തുന്ന അന്വേഷണവും കോടതിയുടെ ഇടപെടലുകളും നിർണായകമാകും. വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ രാഷ്ട്രീയ ചർച്ചകളെ വിഴുങ്ങുന്ന കാഴ്ചയാണിപ്പോൾ പാലക്കാട് MLA യുമായി ബന്ധപ്പെട്ട ഈ വിവാദത്തിൽ കണ്ടുവരുന്നത്.